സോ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ആക്ച്വലി ഒരാഴ്ചത്തെ മലേഷ്യ സിംഗപ്പൂർ ട്രിപ്പിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ ചില ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. ആക്ച്വലി ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ആയിട്ട് ഫോട്ടോസൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ ഐ എം ബാക്ക് വിത്ത് റിയൽമി GT7. റിയൽമി പറയുന്നതനുസരിച്ച് ഈ റിയൽമി GT7 ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണാണ്. അതായത് കുറഞ്ഞ പ്രൈസിൽ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന ഒരു ഫോണാണ്. സോ കുറഞ്ഞ പ്രൈസിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഇവിടെ ആയിട്ട് ചില കോംപ്രമൈസ് ഒക്കെ റിയൽമിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. സോ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എല്ലാം ഞാൻ ക്ലിയർലി വീഡിയോയിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഈ ഒരു ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഈ കാണുന്ന ബ്ലൂ ആൻഡ് ഒരു ബ്ലാക്ക് കളർ ഓപ്ഷൻ കൂടിയുണ്ട്. സോ ഫോണിന് ചുറ്റുമുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അതൊരു ഫ്ലാറ്റ് ഫ്രെയിം ഡിസൈനിലാണ് വരുന്നത്. അതായത് ഒരു ബോക്സി ഡിസൈൻ ആണ്. പക്ഷേ ബാക്കിലുള്ള ഈ ഒരു പാനൽ കർവായി വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ 7000 mAh ഗജ യമണ്ടൻ ബാറ്ററി ഉണ്ടായിട്ടും ഫോൺ ഓവർ വെയിറ്റ് ആണ് അല്ലെങ്കിൽ ഭയങ്കര തിക്ക് ആണ് അങ്ങനെയൊന്നും തോന്നൂല. ഓക്കെ, 206 ഗ്രാം ആണ് വെയിറ്റ്, 8.3 mm ആണ് തിക്നെസ്. സോ ആവറേജ് വെയിറ്റും ആവറേജ് തിക്നെസ്സുമായാണ് വരുന്നത്. ഫോണിന്റെ ബാക്കിൽ നല്ല മാറ്റ് ഫിനിഷ് ഉള്ള ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് അല്ല, അതായത് ഫൈബർ ഗ്ലാസ് ആണ് എന്നാണ് റിയൽമി പറയുന്നത്. ഫൈബർ ഗ്ലാസ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, എനിവേ ഇറ്റ്സ് ടച്ച് ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്. ദാറ്റ്സ് ഓക്കെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ, അതായത് ഈ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് 34,999 രൂപയാണ്. ഓക്കെ, ആ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിൽ പ്രോപ്പർ ഗ്ലാസ് ബിൽഡ് കൊടുക്കാമായിരുന്നു. അതിനോടൊപ്പം അതിന് ചുറ്റുമുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. യെസ്, ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആണ്. സോ പെർഫോമൻസ് ആയിരിക്കും മെയിൻ സംഭവം. പക്ഷേ സ്റ്റിൽ 35,000 to 40,000 പ്രൈസ് റേഞ്ചിൽ ഞാൻ ആക്ച്വലി മെറ്റലിന്റെ ഫ്രെയിം പ്രതീക്ഷിച്ചിരുന്നു. എനിവേ IP69 റേറ്റിംഗുമായാണ് വരുന്നത്. സോ ഈ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുക്കാം. ഈവൻ നല്ല ഫോഴ്സിൽ വെള്ളം ചീറ്റിയാലും ഫോൺ സേഫ് ആയിരിക്കും. പക്ഷേ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതായത് എന്തെങ്കിലും വാട്ടർ ഡാമേജ് വന്നാൽ പൈസ കൊടുത്ത് തന്നെ റിപ്പയർ ചെയ്യിപ്പിക്കേണ്ടി വരും. ഈ റിയൽമി GT7 ആണ് വേൾഡ്സ് ഫസ്റ്റ് ഫോൺ വിത്ത് MediaTekന്റെ Dimensity 9400E ചിപ്സെറ്റ്. TSMC ഉണ്ടാക്കിയിരിക്കുന്ന 4 nm ചിപ്സെറ്റ് ആണ്. 3.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ഈ ഒരു ചിപ്സെറ്റ് റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12GB 256GB ആൻഡ് 12GB 512GB ആണ് 2 RAM സ്റ്റോറേജ് വേരിയൻസ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആൻഡ് UFS 4.0 സ്റ്റോറേജിന്റെ സപ്പോർട്ടായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ആക്ച്വലി AnTuTu ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 21 lakhന്റെ മേലുള്ള AnTuTu സ്കോറാണ് കിട്ടുന്നത്. സോ നമ്മൾ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉണ്ടല്ലോ, സ്നാപ്ഡ്രാഗൺ 8 Gen 3, ആ ലെവലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ 70% 75% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ആണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ ഒരു ചിപ്സെറ്റിന്റെ അല്ലെങ്കിൽ CPUയുടെ 75% പെർഫോമൻസ് എത്തുമ്പോഴേക്കും ഓവർ റേറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ഇത് പെർഫോമൻസ് കുറയ്ക്കുന്നുണ്ട്. അതാണ് ബേസിക്കലി 75% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി. നോർമലി ഒരു പുതിയ ചിപ്സെറ്റ് വരുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നത്. ബ്രാൻഡുകൾ ഇങ്ങനെ അപ്ഡേറ്റ് അയച്ച് അത് ഇനി ഒപ്റ്റിമൈസ് ചെയ്യാറുണ്ട്. സോ റിയൽമി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ പറയുന്ന ത്രോട്ട്ലിംഗ് സംഭവം ഒന്നും ഗെയിമിങ്ങിന്റെ സമയത്തൊന്നും എഫക്ട് ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി BGMI, COD, Genshin ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMIയിൽ നമുക്ക് അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS അൺലോക്ഡ് ആയിട്ടാണ് കിട്ടുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. പിന്നെ ഈ ഫോണിന്റെ കൂടെ വരുന്ന ഗെയിം ബാർ ഉണ്ടല്ലോ, ഈ സംഭവം, അതായത് ഈ നോട്ടിഫിക്കേഷൻസ് ബ്ലോക്ക് ചെയ്യുന്നത്, മാക്സിമം പെർഫോമൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവിടെ നടക്കും. അതിന്റെ കൂടെ തന്നെ FPS ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. ലൈവ് ആയിട്ട് നമുക്ക് FPS ട്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെ ക്ലിയർലി 120 FPS കാണിക്കുന്നുണ്ട്. എക്സാക്ട് 120 FPS പിടിച്ചിങ്ങനെ കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, എൻ്റെ ടെസ്റ്റിൽ 110 FPS to 120 FPS അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ 100 FPS വരെ പോകുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു കളിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് അത് വളരെ നല്ലതായിരുന്നു. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷേ ഒരു കാര്യം എന്തായാലും എടുത്ത് പറയണം, നമ്മൾ ഈ ഔട്ട്ഡോർ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ചും വെയിലൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ, ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എടുക്കാൻ വേണ്ടി ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് ഇവിടെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗെയിമിംഗ് ആദ്യം നമ്മൾ ഈ 20-25 മിനിറ്റ്സ് കളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1.5 മണിക്കൂർ അല്ലെങ്കിൽ നീണ്ട സമയത്തേക്ക് ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ ഹീറ്റിംഗ് ഫീൽ ആവുന്നുണ്ടോ? ഓക്കെ, ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ ആക്ച്വലി മഴ തുടങ്ങി. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം ഹീറ്റിംഗ് കാര്യങ്ങൾ ഇവിടെ ഫേസ് ചെയ്തു. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് 4000 mm² ഉള്ള ഗ്രാഫീൻ ലെയർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് റിയൽമി പറഞ്ഞിരിക്കുന്നത്. സോ ഹീറ്റ് ആവുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവുന്നുണ്ട്. ഇനി നിങ്ങൾ കുറച്ചും കൂടി കുറഞ്ഞ ബഡ്ജറ്റിൽ കിഡ്ലൻ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ
iQOO Neo 10 ഉണ്ട്. യെസ്, ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഇട്ടില്ല, പക്ഷേ റിവ്യൂ വരുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ഉപയോഗിച്ചതിന് ശേഷം May 30th ഞാൻ ഇതിൻ്റെ അതിടാം. അത് ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നുണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ മിക്കവാറും വീഡിയോ മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഡീൽസ് ആൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, ടെക് ഗാജറ്റ് ആണെങ്കിലും വേറെ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ, ഡീൽസ് ആൻഡ് ഓഫേഴ്സിന് വേണ്ടി നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 വിത്ത് ലേറ്റസ്റ്റ് റിയൽമി OS 6 ആണ് വരുന്നത്. 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് പ്രോമിസ് റിയൽമി ഇവിടെ ചെയ്തിട്ടുണ്ട്. റിയൽമി യു എന്ന് പറയുമ്പോൾ ഏകദേശം കളർ OSന്റെ അതേ ഫീലാണ് കിട്ടുന്നത്. ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും പവർഫുൾ ചിപ്സെറ്റും അതിൻ്റെ കൂടെ വളരെ ഫാസ്റ്റ് ആയ റാം ആൻഡ് സ്റ്റോറേജ് ഒക്കെ വരുന്നതുകൊണ്ട് വളരെ സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു തരത്തിലുള്ള ലാഗ്സും ഗ്ലിച്ചും സ്റ്റട്ടറും ഒന്നും ഞാൻ ഇതുവരെ ഈ ഫോണിൽ ഫേസ് ചെയ്തില്ല. സ്നാപ്ചാറ്റും ഫോൺ പേ പോലുള്ള 2-3 ബ്ലോട്ട്വെയർസ് ഉണ്ട്, അത് ഈസിലി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AI പ്ലാനർ എന്നൊരു പുതിയ AI ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫീച്ചറാണ്. ഒരു ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റിൻ്റെ ഒരു പോസ്റ്റർ കിട്ടിയെന്ന് വിചാരിച്ചു, അവിടെ ഡേറ്റും ടൈം ഉണ്ടാവുമല്ലോ. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ, ആ ഒരു പോസ്റ്റർ നമ്മുടെ സ്ക്രീനിൽ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇതാ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലുള്ള ലൈവ് അലേർട്ടിൻ്റെ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഡൈനാമിക് ഐലൻഡ്, അവിടെ അനലൈസിംഗ് എന്ന് എഴുതി വരും. എന്നിട്ട് ആ ഫോട്ടോയിലുള്ള ഡേറ്റ് ആൻഡ് ടൈം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് കാണിച്ചു തരും, അതിന് വേണ്ടിയുള്ള റിമൈൻഡർ സേവ് ചെയ്യാൻ വേണ്ടി. ഇതിവിടെ മാത്രമല്ല, വാട്സാപ്പിലും ജിമെയിലും എല്ലായിടത്തും വർക്കാവും. ഫോർ എക്സാമ്പിൾ, വാട്സാപ്പിൽ നിങ്ങളൊരു ചാറ്റ് ചെയ്തു, എന്നിട്ട് ഡിന്നറിൻ്റെ ടൈമും ഡേറ്റും ഫിക്സ് ചെയ്തു. സെയിം ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ കുറച്ച് നേരം അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ചാറ്റ് അനുസരിച്ചുള്ള റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് കാണിക്കും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ്ലി റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അറിയാലോ, ഗൂഗിൾ ജെമിനി, സർക്കിൾ ടു സെർച്ച്, പിന്നെ ഈ കാണുന്ന AI സമ്മറി ഫീച്ചർ, AI സ്പീക്ക്, പിന്നെ നോട്ട്സ് ആപ്ലിക്കേഷനുള്ള ടെക്സ്റ്റ് ബേസ്ഡ് AI ഫീച്ചേഴ്സ് എല്ലാം ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 6.78 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. സോ ഇപ്പം പല കമ്പനികളും ഈ കേർവ്ഡുമായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കേർവിൽ താല്പര്യമില്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ചെക്ക്ഔട്ട് ചെയ്യാം, നല്ലതാണ്. അതായത് ചുറ്റുമുള്ള ബെസൽസ് നല്ല സ്ലിം ആണ്, നല്ല യൂണിഫോം ആണ്. HDR10+ ആൻഡ് ഡോൾബി വിഷൻ രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. യൂട്യൂബിൽ എന്തായാലും നിങ്ങൾക്ക് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. HDR ആൻഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് നെറ്റ്ഫ്ലിക്സിലും റിയൽമി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ് ആക്ച്വലി. പിന്നെ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടിയ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഫോണിലാണ് എന്നാണ് റിയൽമി പറയുന്നത്. അതായത് 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല മഴ, ഭയങ്കര കാറ്റും. എനിവേ, അതിൻ്റെ സൗണ്ടും കൂടെ കയറി വരുന്നുണ്ടെങ്കിൽ മഴയുടെ സൗണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, 1600 നിറ്റ്സിൻ്റെ ആണ് HBM ബ്രൈറ്റ്നസ്. അതാണ് നമുക്ക് വേണ്ട ബ്രൈറ്റ്നസ്. തീർച്ചയായിട്ടും അത് മോർ ദാൻ ഇനഫ് ആണ്. കാരണം നമ്മൾ ഔട്ട്ഡോറെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ, ഡിസ്പ്ലേയിലുള്ള വീഡിയോ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റും. ഈവൻ മാപ്പ് ആണെങ്കിലും എല്ലാം ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. സോ ലോവർ ബ്രൈറ്റ്നസ്സിൽ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴും ഫ്ലിക്കറിങ് കുറവായതുകൊണ്ട് ഇറിറ്റേഷൻ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നൊരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഡിസ്പ്ലേയുടെ മുകളിൽ ഈ നമ്മുടെ വെള്ളം, അതായത് മഴ സീസൺ ആണല്ലോ, സോ എന്തെങ്കിലും വെള്ളമൊക്കെ ഇരിക്കുകയാണ്, വെള്ളത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഈ കഴിച്ചുകൊണ്ട് ഫോൺ ഗെയിമിംഗ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കയ്യിൽ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിലും നോ പ്രോബ്ലം. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. കുറച്ചും കൂടി ബേസ് ആവാമായിരുന്നു എന്നെനിക്ക് തോന്നി. നല്ല ട്രെബിൾ ഉള്ള ഒരു സ്പീക്കറാണ്. സോ അത്യാവശ്യം വോളിയം ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വോളിയം മതിയെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. 7000 mAh ഗജ യമണ്ടൻ ബാറ്ററിയുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കിടിലൻ ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, റിയൽമിയുടെ ഓപ്റ്റിമൈസേഷൻ നല്ലതാണ്. ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ബോക്സിൽ 120 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജറും വരുന്നുണ്ട്. അതായത് 7000 mAh ബാറ്ററി 40-45 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഓസം. 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. സോ സോണി IMX 906 സെൻസറുള്ള മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ്, പിന്നെ 2x ടെലിഫോട്ടോ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. 3 ക്യാമറകൾ. ഞാൻ ക്യാമറ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. അതായത് ഇവിടെ 2 മോഡ് കൊടുത്തിട്ടുണ്ട്, ക്രിസ്പ് ആൻഡ് വൈബ്രന്റ്. ക്രിസ്പ് മോഡ് നല്ലതാണ്, കുറച്ചുകൂടി നാച്ചുറൽ, കുറച്ചുകൂടി സട്ടിൽ കളേഴ്സ് ആണ് കിട്ടുന്നത്. വൈബ്രന്റ് ആണല്ലോ പേര്, സോ കുറച്ചുകൂടി കളർഫുൾ ആണ്. പച്ച, നീല, ചുമപ്പ് കളറുകളൊക്കെ ഇങ്ങനെ കാത്തി നിൽക്കും വൈബ്രന്റിലൊക്കെ. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരു പ്രത്യേകം AI ലാൻഡ്സ്കേപ്പ് മോഡ് ഉണ്ട്. അത് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് കിട്ടും. അൾട്രാവൈഡ് ഫോട്ടോസ് ഓക്കെ ആണ്, അതായത് ഡീസെന്റ് ആയ രീതിയിൽ കളറൊക്കെ അതിന് പകർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ 8 മെഗാപിക്സൽ ആയതുകൊണ്ട് ഡീറ്റെയിൽസ് കുറവാണ്. പിന്നെ ചെറിയൊരു വാം ടോൺ കയറി വരുന്നുണ്ടോ എന്നൊരു സംശയം അൾട്രാവൈഡ് ഫോട്ടോസിൽ. നല്ല മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് ഈ ഫോണിന്റെ ടെലിഫോട്ടോ ക്യാമറ വെച്ചാണ് മാക്രോ ഫോട്ടോസ് എടുക്കുന്നത്. സോ 2x സൂമിൽ നമുക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാം. ഈവൻ 5xലും എടുക്കാം. 5xൽ ഡീറ്റെയിൽസ് കുറയുന്നുണ്ട്. 2xൽ നല്ല മാക്രോ ഫോട്ടോസ് ആണ് തരുന്നത്. നോർമൽ സൂം നോക്കുകയാണെങ്കിൽ 1x ഉണ്ട്, 2x ഉണ്ട്, 5x ഉണ്ട്, പിന്നെ 20x വരെ നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റും.
പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ 1x and 2x മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 30,000 റുപ്പീസിൻ്റെ താഴെ വരുന്ന ചില ഫോൺസിൽ, ഫോർ എക്സാമ്പിൾ മോട്ടറോള ഫോൺസിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 2x സൂം ആണെങ്കിലും 4x വരെ കിട്ടുന്നുണ്ട്, 3x സൂം ആണെങ്കിൽ 6x വരെയുള്ള സൂം തരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും കൊടുക്കാമായിരുന്നു, കാരണം അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും കൊടുക്കാമായിരുന്നു. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് നോട്ട് ദെയർ. സോ നമുക്ക് 1x and 2x വരെ മാത്രമേ സൂം ചെയ്ത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. റിസൾട്ട് നല്ലതാണ്, നല്ല സ്കിൻ ടോൺ ആണ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കട്ടൗട്ടൊക്കെ നല്ലോണം വരുന്നുണ്ട്. നൈറ്റ് ഫോട്ടോസിനെ എടുത്ത് നോക്കിയിരുന്നു, ഡീസെന്റ് നല്ല നൈറ്റ് ഫോട്ടോസ് ആണ് തരുന്നത്, നല്ല ബ്രൈറ്റ് നൈറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്, നല്ല കളേഴ്സ് ഉണ്ട്. 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, വളരെ നല്ല സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. അതായത് നോർമൽ സെൽഫീസ് ആണെങ്കിലും പോർട്രേറ്റ് സെൽഫീസ് ആണെങ്കിലും കട്ടൗട്ട്, സ്കിൻ ടോൺ, കളേഴ്സ് ഒക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ തലയുടെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നല്ല ക്ലാരിറ്റി ഉള്ള സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. സോ വെരി ഗുഡ് സെൽഫി ക്യാമറ പെർഫോമൻസ്. വീഡിയോ നോക്കുകയാണെങ്കിൽ മാക്സിമം 8K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ 4K 60 FPS-ലും നല്ല സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോസ് ഒക്കെ ഞാൻ 4K 60 FPS-ലാണ് റെക്കോർഡ് ചെയ്തത്. നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്കിതിൻ്റെ സെൽഫി ക്യാമറ വെച്ചും സ്റ്റേബിൾ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് വെരി നൈസ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് സ്റ്റേബിൾ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോൺ പോർട്രേറ്റ് വീഡിയോ അല്ലെങ്കിൽ ബൊക്കെയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 1080p റെസൊല്യൂഷനിൽ ബൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പുതിയൊരു AI ഗ്ലെയർ റിമൂവൽ ഫീച്ചർ വന്നിട്ടുണ്ട്. സോ നൈറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ വരുന്ന ഗ്ലെയർ ഒക്കെ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ. പിന്നെ നമ്മൾ എടുക്കുന്ന ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി പഞ്ചി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി ഈ AI ലാൻഡ്സ്കേപ്പ് ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി അറിയാലോ, AI ഇറേസർ, AI അൾട്രാ ക്ലാരിറ്റി, AI അൺബ്ലർ, റിഫ്ലക്ഷൻ റിമൂവർ, ഈ പറഞ്ഞ എല്ലാ AI ഫീച്ചേഴ്സ് ഈ ഫോണിലും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് ഇടാൻ പറ്റൂല. Wi-Fi 7 ആൻഡ് ബ്ലൂടൂത്ത് 5.4 വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. ദാറ്റ്സ് വെരി നൈസ്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് വീട്ടിലുള്ള TV AC കൺട്രോൾ ചെയ്യാൻ പറ്റും. 5G കണക്ടിവിറ്റി ആണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും കോൾ ക്വാളിറ്റി അതൊക്കെ പക്കയാണ്, നോ ഇഷ്യൂസ്. നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മോട്ടർ അവർ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസിംഗ് ഓഫേഴ്സ് ഇപ്പോൾ എനിക്ക് അറിയില്ല. പക്ഷേ റിയൽമി പറയുന്നതനുസരിച്ച് 12GB 256GB, അതായത് സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ ഓഫർ പ്രൈസ് ആയിരിക്കും 34,999 രൂപ. ഇപ്പോൾ എന്തായാലും ഫോൺ ലോഞ്ച് ആയിട്ടുണ്ടാവല്ലോ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എക്സാക്ട് ഡീറ്റെയിൽസും ഓഫേഴ്സും പ്രൈസൊക്കെ ഷെയർ ചെയ്യാം. സോ ആ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് ഫോൺ. അതായത് നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്, നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഈ പ്രൈസിൽ ഈ പറയുന്ന പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ചെറിയ രീതിയിലുള്ള കോംപ്രമൈസിൽ അവിടെ ഇവിടെ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, വയർലെസ് ചാർജിങ് ഒന്നും കൊടുത്തിട്ടില്ല, USB 2.0 പോർട്ടാണ് വരുന്നത്. ഓക്കെ, ബട്ട് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ്. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഡിഫറെൻറ്റ് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.